ആണവായുധങ്ങളുടെ കണക്ക് നിരത്തി ഇന്ത്യക്ക് ഭീഷണി ഉയർത്താൻ ശ്രമിക്കുകയാണ് പാക് മന്ത്രി. 130 ആണവായുധങ്ങളും ഹോറി അടക്കമുള്ള മിസൈലുകളും പാകിസ്ഥാൻ ഇന്ത്യക്ക് വേണ്ടി മാത്രം സൂക്ഷിച്ചിട്ടുള്ളതാണെന്ന് ഹനീഫ് അബ്ബാസി പ്രതികരിച്ചു. പാകിസ്ഥാനുള്ള ജലവിതരണം നിർത്തിയാൽ ഇന്ത്യ യുദ്ധത്തിന് തയ്യാറാകണമെന്നും ഹനീഫ് അബ്ബാസി പറഞ്ഞു. പഹൽഗാം ആക്രമണത്തിൽ ഭീകരരെ സഹായിച്ചവരെ തിരിച്ചറിഞ്ഞ് അന്വേഷണ ഏജൻസികൾ പ്രധാനപ്പെട്ട ഈ തീവ്രവാദികളെ സഹായിച്ചവരെയാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. സഹായം നൽകിയ 15 പേരിൽ 3 പേർ കസ്റ്റഡിയിലുണ്ട്. ആക്രമണത്തിൽ അന്വേഷണം NIAക്ക് കൈമാറി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനമിറക്കുകയും ചെയ്തു. ഭീകരവിരുദ്ധ നടപടികളുമായി സുരക്ഷാ സേന മുന്നോട്ട് പോവുകയാണ്. ഭീകരരെന്ന് സംശയിക്കുന്ന 2 പേരുടെ വീടുകൾ കൂടി സുരക്ഷാ സേന തകർത്ത് കളഞ്ഞു. അതിനിടെ അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. പലതരത്തിലുള്ള പ്രകോപനങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇന്ത്യയും കരുതലോടെ തന്നെ മുന്നോട്ട് പോവുകയാണ്. രാകേഷ് ചേരുന്നു. രാകേഷ്, പ്രകോപനം പലതരത്തിൽ പാകിസ്ഥാൻ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അവിടുത്തെ സർക്കാരിന്റെ പ്രതിനിധികളായി നിൽക്കുന്ന മന്ത്രിമാരും നേതാക്കളുമൊക്കെ അത്തരം പ്രകോപനപരമായ നീക്കങ്ങൾ നടത്തുന്നു. ഒപ്പം ഇന്ത്യ അതിർത്തിയിലെ സാഹചര്യങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്താണിപ്പോൾ ഇന്ത്യ പാക് ബന്ധത്തിൽ രൂപപ്പെടുന്ന സാഹചര്യം? സജിത്ത്, ഭീകരർക്കെതിരായ നടപടി തുടരുകയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ലഷ്കർ ബന്ധമുള്ളവരുമായും ഒപ്പം തന്നെ ഭീകരരെ സഹായിക്കുന്നവരുമായി ഭീകരപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരുടെയൊക്കെ തന്നെ വീടുകൾ തകർത്തിരുന്നു. ഇപ്പോൾ 2 പേരുടെ വീടുകൾ കൂടി തകർത്തിട്ടുണ്ട്. അതിലൊന്ന് ബന്ദിപ്പോരയിലാണ്, മറ്റൊന്ന് പുൽവാമയിലാണ്. ബന്ദിപ്പോരയിൽ ജമീൽ അഹമ്മദ് ഷീറിന്റെ വീടാണ് തകർത്തത്. ഇയാൾ 2016 മുതൽ ഭീകരപ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നു എന്നാണ് സുരക്ഷാ സേന ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അമീർ നസീർ വാനിയാകട്ടെ ജെയ്ഷ് ഇ മുഹമ്മദുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. 2024 അതായത് കഴിഞ്ഞ വർഷം മുതൽ ജെയ്ഷെ മുഹമ്മദുമായി സഹകരിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ സുരക്ഷാ ഏജൻസികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഈ കഴിഞ്ഞ 3 ദിവസത്തിനിടെ സുരക്ഷാ സേന തകർത്ത വീടുകളുടെ എണ്ണം ഇപ്പോൾ ഭീകരരുടെ വീടുകളുടെ എണ്ണം ഇപ്പോൾ 10 ആയിരിക്കുകയാണ്. ഏതായാലും ശ്രീനഗർ ജില്ലയിലും ഒപ്പം തന്നെ പുൽവാമയിലും അനന്ത്നാഗിലും തെരച്ചിൽ തുടരുകയാണ്. ഏതാണ്ട് 100-ലധികം പേരെ കസ്റ്റഡി എടുത്തിട്ടുണ്ട്. പലരെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പലതരത്തിൽ സുരക്ഷാ ഏജൻസികളുടെ അന്വേഷണം ഈ ഘട്ടത്തിലും ചോദ്യം ചെയ്യലും തെരച്ചിലുമൊക്കെ തന്നെ തുടരുകയാണ്. ദേശീയ അന്വേഷണ ഏജൻസി ഇതിനോടകം തന്നെ കേസന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഇറക്കി. നേരത്തെ തന്നെ NIA DGയും IGയും ഒക്കെ തന്നെ ഈ സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു. ഇപ്പോൾ വിജ്ഞാപനം ഇറങ്ങിയതിന് പിന്നാലെ അവിടെ ഈ സ്ഥലത്ത് തെളിവുകൾ ശേഖരിക്കുകയാണ്. കാരണം നിർണായകമായ പലരുടെയും സാക്ഷി മൊഴികൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അവിടുത്തെ കച്ചവടക്കാരുണ്ട്, കുതിര സവാരി നടത്തുന്നവരുണ്ട്, ഒപ്പം അവിടെ ഫോട്ടോഗ്രാഫി എടുക്കുന്നവരുണ്ട്. അങ്ങനെ പലരുടെയും ഒക്കെ തന്നെ നിർണായക മൊഴികളുണ്ട്. ഇത് കൂടാതെ ഈ ദൃശ്യങ്ങളടക്കം മൊബൈലിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. കാരണം പലരും റീലായിക്ക് തന്നെ ഇതെല്ലാം പകർത്തിയിരുന്നു. ഈ സമയത്ത് ഈ ആക്രമണം നടന്നതിൻ്റെ പലരുടെയും മൊബൈലിലെ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ നിർണായക തെളിവുകളാണ്. ഈ ദൃശ്യങ്ങളടക്കം പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും NIA DGയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ അവിടെ തെളിവെടുപ്പ് തുടരുകയാണ്. അങ്ങനെ NIA അന്വേഷണം ഒരു തരത്തിൽ പുരോഗമിക്കുന്നു. പക്ഷെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രകോപനം ഈ ഘട്ടത്തിൽ തുടരുന്നുണ്ട്. കാരണം 3-ാം ദിവസവും അതിർത്തിയിൽ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. പ്രത്യേകിച്ച് ഉറി മേഖലയിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടായിട്ടുള്ളത്. രാംപൂർ സെക്ടറിലാണ് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം നടത്തിയത്. ഇന്ത്യയും ശക്തമായി തിരിച്ചടിച്ചു എന്നാണ് ഇപ്പോൾ സൈന്യം അറിയിച്ചിട്ടുള്ളത്. സൈന്യം ഏതായാലും ഏത് സാഹചര്യം നേരിടാൻ സജ്ജമാണെന്ന് അറിയിച്ചിരുന്നു. ഇപ്പോൾ അറബിക്കടലിൽ നാവികസേനയുടെ അഭ്യാസ പ്രകടനം ഈ ഘട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കരനാവിക സേനകളൊക്കെ തന്നെ ഏത് സാഹചര്യം നേരിടാൻ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണ ഏജൻസികൾ ഈ ഘട്ടത്തിൽ പറയുന്നത് കശ്മീരിൽ നിന്നുള്ള, അതായത് പ്രാദേശിക തലത്തിൽ സഹായം ഈ ഭീകരർക്ക് പഹൽഗാമിൽ ലഭിച്ചു എന്നാണ്. 15 പേരുടെ സഹായം ഇത്തരത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതിൽ തന്നെ 5 പേർ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ സ്ഥലത്തുണ്ടായിരുന്നു. അതിൽ 3 പേരെ കസ്റ്റഡി എടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. സജിത്ത്.
ഭീകരരെ സഹായിച്ചവരെ ലക്ഷ്യമിട്ടുകയാണ്. അവരുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തുന്നു. അവരെ സഹായിച്ചവരെ കണ്ടെത്തുന്നു. അങ്ങനെ പ്രദേശവാസികളുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ? ഒപ്പം മേഖലയിലെ തീവ്രവാദ സ്വഭാവമുള്ളവരുടെ ലിസ്റ്റ് തയ്യാറാക്കി തുടർ നീക്കങ്ങളിലേക്കും കടക്കുകയാണ്. ഇന്നലെ അടക്കം മേഖലകളിൽ വലിയ പരിശോധനകൾ നടക്കുന്നു. വൻ ആയുധശേഖരം അടക്കം ഇന്നലെ പിടികൂടുകയും ചെയ്തിരുന്നു.